ബിഗിനേഴ്സിന് ഐ ഡ്രോയിങ് കൂടുതൽ റിയലിസ്റ്റിക് ആക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക് ഞാൻ പറഞ്ഞുതരാം. റിയലിസ്റ്റിക് ആയിട്ട് കണ്ണു വരയ്ക്കാൻ ആദ്യം ലൈറ്റ് ആയിട്ട് 2B പെൻസിൽ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്യുക. ഐബോളും ചെയ്യുന്നുണ്ട്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പേപ്പർ സ്റ്റമ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഇതുപോലെ നമ്മൾ ചെയ്ത എല്ലാ ലൈൻസും കറക്റ്റ് ബ്ലെൻഡ് ആവണം. ഓക്കെ, ദെൻ ഇപ്പൊ നോക്കിയേ, ആ ഒരു കണ്ണില് ചെറിയൊരു മാറ്റം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഏതൊക്കെ ഭാഗത്താണ് ആ ഒരു ലെയറിൽ ഡാർക്ക്നെസ് കാണാനായിട്ട് പറ്റുന്നത്, ആ ഒരു ഭാഗം മാത്രം നോക്കി ഡാർക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. 2B കൊണ്ട് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞാൽ ഐബോളിന്റെ അകത്ത് ബ്രൈറ്റ്നെസ് വേണ്ട ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാനത് ബ്ലെൻഡ് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഡാർക്ക് വേണ്ട ഭാഗം നല്ലപോലെ 6B പെൻസിൽ യൂസ് ചെയ്ത് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. 2B 6B രണ്ട് പെൻസിലുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് സ്റ്റെമ്പുകളും യൂസ് ചെയ്തിരുന്നു. ഇതുപോലെ ഷെയ്ഡ് കൊടുക്കുക. കണ്ണിന്റെ അകത്ത് പേപ്പർ സ്റ്റെമ്പ് വെച്ചാണ് ഞാൻ ഷെയ്ഡ് ചെയ്തത്. ഏറ്റവും ചെറിയ സൈസുള്ള സ്റ്റെമ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പോർട്രൈറ്റ് ഡ്രോയിങ്ങിന് നല്ല ലൈഫ് കൊടുക്കുന്നത് കണ്ണുകളാണ്. അപ്പോൾ കണ്ണ് നമ്മൾ വരയ്ക്കുമ്പോഴും ഷെയ്ഡ് കൊടുക്കുമ്പോഴും നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ദെൻ ഞാൻ 12B പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ 12B ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 10B പെൻസിൽ 2 ലെയർ ആയിട്ട് ചെയ്താലും മതിയാവും. ഇതുപോലെ കൊടുക്കുക. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. ഇതുപോലെ ഷെയ്ഡ് കൊടുക്കുക. ഇനി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐലിഡ്സിന്റെ പോർഷൻ, ആ കണ്ണിലെ ഓരോ ലെയറുകളും നമ്മൾ നല്ലപോലെ റഫറൻസ് പിക്ക് എങ്ങനെയാണോ അതിൽ എങ്ങനെയാണോ കാണാനായിട്ട് പറ്റുന്നത് അത് നല്ലപോലെ ഒബ്സർവ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുക. ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ പെൻസിലുകളും യൂസ് ചെയ്യുക. അല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡാർക്ക് ചെയ്യാനായിട്ട് പോകരുത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. ഇറേസർ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ ഹൈലൈറ്റ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലൈറ്റ് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് കണ്ണിലെ ഒരു വൈറ്റ് സ്പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ കണ്ണിന് ഒരു ലൈഫ് വരുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുക. ഇനി കണ്ണിന്റെ അകത്തുള്ള ആ കണ്ണ് നീര് ആ ഒരു ഫീല് കിട്ടാനും ഞാൻ ഈ ഒരു ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്ക് ഐ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഡ്രോയിങ് ടിപ്സുകൾക്കായി എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.